ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അഞ്ജൂസ് നാടൻ രുചികൾ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വെജിറ്റബിൾ പുലാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് കർണാടകയിലൊക്കെ തയ്യാറാക്കുന്ന സ്റ്റൈലാണ് ഞാൻ ഈ പുലാവ് ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. പണ്ട് ഞാൻ ബാംഗ്ലൂർ പഠിക്കുന്ന സമയത്ത് അവിടെ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ഈ ടേസ്റ്റുള്ള പുലാവ് ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് വളരെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്ന്. കുറച്ച് വെജിറ്റബിൾസ് ആവശ്യമുണ്ട്, പിന്നെ അരച്ച് ചേർക്കുന്നതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട്. ആദ്യം നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് നോക്കാം. ഞാനിപ്പോൾ 1 കപ്പ് അരിയുടെ അളവിന് ആവശ്യത്തിനുള്ള പച്ചക്കറികളാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ സവാള, പിന്നെ ഒരു ക്യാരറ്റിൻ്റെ ചെറിയൊരു കഷ്ണം ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു 2-3 ബീൻസ് അരിഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു കിഴങ്ങിൻ്റെ പകുതി ഭാഗത്തോളം മുറിച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് ക്യാബേജ്, ഈ കൂടെ വേണമെങ്കിൽ കോളിഫ്ലവറും ചേർക്കാം, ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ സോയാബീൻ ചെറുതായിട്ടൊന്ന് വെള്ളത്തിൽ കുതിർത്തി അതൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പിടി ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർത്തി എടുത്തത്. ഇത്രയും പച്ചക്കറികൾ ആവശ്യമുണ്ട്. ഇതിലേതെങ്കിലും പച്ചക്കറികൾ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, പക്ഷേ സവാള അവോയ്ഡ് ചെയ്യരുത്. ഇനി ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ച് ചേർക്കണം. കുറച്ച് പുതിനയില, പിന്നെ പുതിനയില കഴിഞ്ഞും കുറച്ച് കൂടുതൽ മല്ലിയില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി, ഒരു പച്ചമുളക്, ഇത്രയും ചേർത്തൊന്ന് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഹോൾ സ്പൈസസ് ചേർക്കേണ്ടതുണ്ട്. നമ്മൾ എണ്ണ ചൂടാക്കുന്ന സമയത്ത് അതിലേക്ക് ഇത്രയും ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 2-3 ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട, ബേ ലീവ്സ്, കുരുമുളക്, പെരിഞ്ജീരകം, പിന്നെ സാദാ ജീരകവും എടുത്തിട്ടുണ്ട്. ഇനി റൈസ് തയ്യാറാക്കാൻ ഒരു കപ്പ് ബസുമതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കാം. കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അരി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരയ്ക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് അരച്ചെടുക്കാം. എരിവിന് ഞാനിവിടെ 1 പച്ചമുളകേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 പച്ചമുളക് ചേർക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പുതിനയില, മല്ലിയില എന്നിവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അധികം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് അരയ്ക്കുന്നതിന് ആവശ്യമായിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ദാ ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനുള്ള മിക്സ് റെഡിയാക്കാം. ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് പാം ഓയിൽ, 1 ടേബിൾ സ്പൂൺ പാം ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി എണ്ണയൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓൾ സ്പൈസസും സാധാരണ ജീരകവും കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഹോൾ സ്പൈസസ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്തൊന്ന് ചെറുതായി വഴറ്റാം. അധികമായിട്ട് ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് വഴന്നു വന്നാൽ മതി. ഇത് വെള്ളത്തിൽ കിടന്ന് വേകേണ്ടതാണ്, അതുകാരണം നന്നായിട്ടൊന്നും അധികം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് ചേർക്കാം. മല്ലി, പുതിന, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവയെല്ലാം കൂടി അരച്ച് ചേർത്ത് കൊടുക്കാം. ഇനി അത് എണ്ണയിൽ കിടന്നൊന്ന് വഴന്നു വരണം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്, അതായത് അരച്ചതെല്ലാം വഴന്നു വന്നെന്ന് അർത്ഥം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ എല്ലാം ചേർത്ത് കൊടുക്കാം. ഓരോന്ന് ചേർത്തിട്ട് വഴറ്റേണ്ട ആവശ്യമില്ല, എല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് വഴറ്റിയാൽ മതി. ഇനി ഇത് ഉപ്പും കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഈ സമയത്ത് കൂടുതൽ നെയ്യ് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നെയ്യേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നെയ്യുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ 1 ടീസ്പൂൺ കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി പച്ചക്കറികൾക്ക് പാകത്തിനും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് നമ്മൾ വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് വെള്ളം ചേർക്കേണ്ടത്. പക്ഷേ വെജിറ്റബിൾസ് ഒക്കെ ഉള്ളതുകൊണ്ട് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അരി കുതിർത്തേണ്ട ഒന്നും ആവശ്യമില്ല, കഴുകിയെടുത്താൽ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായി മിക്സ് ചെയ്യുക. ഈ സമയത്ത് വെള്ളത്തിൻ്റെ ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്യുക. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം ചോറിന് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ ഇതിന് ഉപ്പ് പാകമാണ്. ഇനി നമുക്കൊരു മൂടി വെച്ച് വേവിക്കണം.
ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക, പിന്നെ ഒരു 7 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക. ഇപ്പോഴൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ റൈസും വെജിറ്റബിളും എല്ലാം നന്നായി വെന്തിട്ടുണ്ട്, വെള്ളവും വറ്റിയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളം വളരെ കറക്റ്റായിരുന്നു. ഇപ്പോൾ വെള്ളം കറക്റ്റായിട്ട് വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കുറച്ച് കുഴഞ്ഞിട്ടുള്ളതുപോലെ തോന്നും, പക്ഷേ തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അളവ് കറക്റ്റായിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി പുലാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ പുലാവിന് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ നല്ല പച്ച മോരാണ്. ഇഞ്ചിയും ചുവന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ചതച്ച് ചേർത്ത നല്ല പച്ച മോരാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പോൾ നമുക്ക് പച്ചമോരും അച്ചാറും പപ്പടവും ഒക്കെ കൂട്ടി നമ്മുടെ പുലാവ് കഴിക്കാം. ഇത് വളരെ ടേസ്റ്റുള്ള ഒരു പുലാവാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസുമായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.